ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബട്ടറോ അതുപോലെ തന്നെ എണ്ണയോ നെയ്യോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ കേക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ നമുക്ക് ബട്ടറോ അതുപോലെ തന്നെ എണ്ണയോ ഒന്നും ചേർക്കാതെ നമ്മളൊരു വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് ഇന്നൊരു കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എൻ്റെ ഈ വിപ്പിംഗ് ക്രീമിൽ അത്യാവശ്യം നല്ല മധുരമുള്ളതാണ്. അതുകൊണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വിപ്പിംഗ് ക്രീമിൻ്റെ മധുരത്തിനനുസരിച്ച് വേണം പഞ്ചസാരയൊക്കെ എടുക്കാൻ. വിപ്പിംഗ് ക്രീം ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബൗളും അതുപോലെ തന്നെ ബ്ലേഡും ഞാൻ ഫ്രീസറിൽ ഒരു 15 മിനിറ്റ് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയാണ് ഇതിൽ വിപ്പിംഗ് ക്രീം ചേർക്കുന്നത്. ഞാൻ ഈ ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ചേർക്കുന്നത്. എൻ്റെ 1 കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. ഇനി നമുക്ക് ഈ വിപ്പിംഗ് ക്രീം നന്നായി സോഫ്റ്റാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ബ്ലേഡും അതുപോലെ തന്നെ ബൗളും ഫ്രീസറിൽ വെച്ച് ഒരു 15 മിനിറ്റ് നേരം തണുപ്പിച്ചെടുക്കുന്നത്. ആദ്യം നമുക്ക് സ്ലോ സ്പീഡിലൊന്ന് ബ്ലെൻഡ് ചെയ്യാം. അതിനുശേഷം ഹൈ സ്പീഡിലാണ് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടത്. അത് ഈ ഒരു രീതിയിലാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് എഗ്ഗാണ് ചേർക്കേണ്ടത്. അപ്പോൾ 3 എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. കാരണം എൻ്റെ കയ്യിലുള്ള എഗ്ഗ് ചെറുതാണ്. അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് എഗ്ഗിലേക്ക് ചേർത്ത ശേഷം ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിനകത്ത് ഫസ്റ്റ് എഗ്ഗ് നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ്. അതിനുശേഷം ഒന്ന് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിൽ ചേർക്കുന്ന എഗ്ഗെല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. നമുക്കിതിലേക്ക് രണ്ടാമത്തെ എഗ്ഗാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മൂന്നാമത്തെ എഗ്ഗും ഇതിലേക്ക് തന്നെ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വാനില എസൻസ് ആണ്. ഞാനിവിടെ ഇപ്പോൾ 1 ടീസ്പൂണാണ് വാനില എസൻസ് ചേർക്കുന്നത്. അത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചിട്ടുണ്ട്. ഈ പൊടിച്ച പഞ്ചസാരയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. അങ്ങനെ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ ഇതിലേക്ക് 1.5 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇത് 1 കപ്പാണ്. പിന്നെ ഒരു 1/2 കപ്പ്, അങ്ങനെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. പിന്നെ ചേർക്കുന്നത് ബേക്കിംഗ് പൗഡറാണ്. ഇത് നമുക്ക് 1 ടീസ്പൂൺ ചേർക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. ഇത് നമുക്കൊരു 1/2 ടീസ്പൂൺ ചേർക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇവിടെ ഇപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ടാണ് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഞാനിതൊരു 3 പ്രാവശ്യം അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലാം മൈദയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നതാണ്. അങ്ങനത് 3 പ്രാവശ്യം നമ്മളൊരു അരിപ്പ വെച്ചൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള മൈദ കുറേശ്ശെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. കുറേശ്ശെ ഇട്ട ശേഷം വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ. കംപ്ലീറ്റ് മാവ് നമ്മളിതിലേക്ക് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ നമ്മുടെ കേക്കിൻ്റെ മിക്സെല്ലാം നന്നായി കമ്പൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള ബേക്കിംഗ് ട്രേയിലേക്കാണ് കേക്ക് തയ്യാറാക്കുന്നത്. ബേക്കിംഗ് ട്രേയിൽ ചുറ്റും ഞാൻ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. താഴത്തായിട്ടൊരു ബേക്കിംഗ് പേപ്പറും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കേക്ക് മിക്സ് ചേർക്കാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്ക് മിക്സ് ഒക്കെ ബേക്കിംഗ് പാത്രത്തിലേക്ക് ചേർക്കാം. എല്ലാം ബേക്കിംഗ് ട്രേയുടെ എല്ലാ ഭാഗത്തേക്കും ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിൽ വെച്ചൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 180 ഡിഗ്രിയിൽ ഒരു 40 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കത് ഇനി ഓവനിലേക്ക് വയ്ക്കാം.
35 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടൂത്ത് പിക്കിൽ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു 40 മിനിറ്റ്സാണ് വയ്ക്കുന്നത്. ഓരോരുത്തരും അവരവരുടെ ഓവൻ അനുസരിച്ചാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ കേക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഓവനിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ച് ഇതൊന്ന് കുത്തി നോക്കാം. ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ടൂത്ത് പിക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തണുത്ത ശേഷം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണയോ ബട്ടറോ ഒന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. പുറംവശം നല്ല ക്രസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഉൾവശം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടീ ടൈം കേക്കാണിത്. അങ്ങനെ നമ്മൾ കേക്കെല്ലാം തണുത്തിട്ടുണ്ട്. നമുക്കിത് ബട്ടർ നൈഫ് വെച്ച് കേക്കൊന്ന് വെടിവെച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്യാം. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ബട്ടറോ എണ്ണയോ ഒന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഒരു കേക്കാണ് കിട്ടിയിരിക്കുന്നത്. പുറംവശം ക്രസ്റ്റി ആയിട്ടുള്ളതും അകംവശം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കേക്കാണിത്. അപ്പം ഇനി ബേക്കറിയിൽ നിന്ന് കേക്കൊന്നും വാങ്ങി കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ചെറി വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.